നിങ്ങൾക്ക് 51 വയസ്സ്. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കൊട്ടൻ ചുക്കായി തൈലത്തിൽ കിടന്ന് ഉരുളേണ്ട മനുഷ്യൻ ഇയാളുമായിട്ട് നിങ്ങൾ കൊളിച്ചോടിക്ക് എന്ത് ചെയ്യാണ്? അല്ല, എനിക്ക് ചേട്ടനെ ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് മോളും വേണം. എനിക്ക് മോളും ചേട്ടും. കേരള ജനതയ്ക്ക് ഇതെന്താണ് പറ്റിയത്? ഇങ്ങനെയുള്ള ഒളിച്ചോട്ടങ്ങൾ സുസ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുമ്പോ ക്യാമറ നിർത്തി വെക്കുമ്പോ അത് പെട്ടി വെക്കാം. ഇതൊരു മുറിക്കകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമല്ലേ? മര്യാദ കടങ്ങി. നിങ്ങൾക്ക് 51 വയസ്സ്. ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കൊട്ടൻ ചുക്കായി തൈലത്തിൽ കിടന്ന് ഉരുളേണ്ട മനുഷ്യൻ. എന്തൊരു ഐശ്വര്യമാഷ നിങ്ങളുടെ മുഖം കാണാൻ. ഒരുങ്ങിയിറങ്ങി എന്നെ കണ്ടാൽ അവനഴിയിലും മമ്മൂട്ടി എന്നെ ആരും പറയൂ. നീ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കൂട്ടുകാർ കാണൂലേ? സന്ധ്യ, ബീനു, ഗീതു, രഞ്ജു, അങ്ങനെ ഒരു കൂട്ടുകാരനാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ. എനിക്കുണ്ടാവും ഇങ്ങനത്തെ കൊറേ കൂട്ടുകാര്. അയ്യോ, അച്ഛാ, അതെ അമ്മേന്റെ കൂട്ടുകാരൻ വന്നിരിക്കുന്നു. കുളിക്കാനൊരു വെള്ളം കൊടുക്കും. ഏത് കൂട്ടുകാരൻ വന്ന്? കൂട്ടുകാരൻ വന്നു. അടുക്കളയിൽ ഏത് കൂട്ടുകറി ഉണ്ടാക്കുന്നു നല്ല മണമെന്ന് മോള് പറയുകയായിരുന്നു. അല്ല അച്ഛാ, ഈ മാവൻ അമ്മയും കൂടെ സംസാരിച്ച്. അവൻ എന്താന്ന് പറഞ്ഞത്? അതെ, ആ പുള്ളിക്കാരെ അരിഞ്ഞോണ്ടിരിക്കുന്ന പടവലിങ് ഉണ്ടായിരുന്നു. അവരെ വീട്ടിൽ അതില്ല. അപ്പൊ ഇവിടുത്തെ കറി വെച്ച് തീരെ എനിക്ക് കൊടുത്തു വിടുന്നു. കൊണ്ടുപോകാൻ നമ്മളെ ഇവിടെ മുതലാളി സ്വന്തക്കാരാണെന്നുള്ള സ്നേഹം കൊണ്ട് എടുത്ത് ചോദിച്ചത്. ഞാൻ ഇങ്ങനെ പറയും, നമ്മളെ വീടല്ലോ. ഞാൻ എന്താ പറയാ, ഞാനൊരു കിഴങ്ങ്. അമ്മ ഇതാരാമേ? ഇതാരാന്ന്? ഒരു ചായ എടുത്തു മധുരത്തിൽ. ഒരു ചായ എടുക്കും മധുരത്തിൽ. ഈ പഞ്ചാര കട്ടിയിരിക്കുമ്പോ എന്തിനാ ഏട്ടന് മറ്റൊരു മധുരം? കുട്ടിയായോണ്ട് അവള് ശമിക്കുമായിരിക്കും. അച്ഛാ, അനുഗ്രഹിച്ചിരിക്കുന്നു മോളെ. ഞാൻ ആക്രാമു. ഞാൻ പുറപ്പെട്ടിട്ടില്ല രാമു. ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിന് ഇത്തിരി സ്വർണ്ണം എടുത്തോണ്ടിരിക്കുക. എവിടെ നിന്ന്? ആലുക്കാസിന്നാ? അല്ലല്ല, അലമാരിക്കാസിന്ന്. ഇതൊരു സുവർണ അവസര. ഇവിടെയുള്ള എല്ലാവരും ടൗണിൽ പോയേക്കാ. ഈ ഗ്യാപ്പിൽ നമുക്ക് കാറ്ററിംഗുകാരുടെ ടെമ്പോയിൽ കയറി മുങ്ങാം. എന്നിട്ട് ടൗണിൽ ഒരു മുറി എടുക്കാം. അപ്പൊ നമ്മുടെ രജിസ്റ്റർ മാരേജ് എപ്പോഴാ? ധൃതി വെക്കല്ലേ, അതൊക്കെ 3-4 കുട്ടികളായിട്ട് പോരെ. എടി, അപ്പൊ പിന്നെ സാക്ഷി ഒപ്പിടാൻ പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടല്ലോ. നമ്മുടെ പിള്ളേർ ഒപ്പിടൂലേ. കല്യാണം കഴിഞ്ഞിട്ട് മതി കുട്ടികളൊക്കെ. നീ വല്ല ശബ്ദം കേട്ടോ? അതെന്റെ ശബ്ദം. നീ വല്ല ശബ്ദം കേട്ടോ? അതെന്റെ ശബ്ദം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകാനുള്ള പരിപാടിയാണല്ലേ? ഒന്ന് പതുക്കെ പറ. ഈ രഹസ്യങ്ങൾ ഒരുപാട് തലയിൽ ചുമന്ന് തലക്ക് വല്ലാത്ത ഘനം. എവിടെ നോക്കട്ടെ? സമയം എടുത്ത് കിടന്നു. ചത്തിട്ടുണ്ടാവോ? ചാത്താ കൊന്നുകളെ ഞാൻ. ഇനിയിപ്പോ ഏതായാലും ഇവിടെ വച്ചേക്കണ്ട. നമുക്ക് പോണ വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോവാ. നീ ഒരു ചാക്കെടുത്തോണ്ട് വന്നേ. ഈ പെണ്ണ് പട്ടിണി കിടന്ന് ചാവും. ഇവൻ ജോലിക്കൊന്നും പോകത്തില്ല. അത് വിട്. പെണ്ണിനെ പൊന്നെ പോലെ പോട്ടയച്ചെടുക്കാൻ കഴിവുണ്ട്. മക്കളെ ഇപ്പൊ എന്തോടാ ജോലി? എനിക്ക് സീസൺ വർക്കല്ലേ? സീസൺ വർക്ക് നല്ല ജോലിയാ. എന്തോ സീസൺ വർക്ക് എന്ന് വെച്ചാ ഓലകെട്ടും പതിനെപ്പാട്ടും. പാപ്പൻ എന്താണ് ആലോചിക്കുന്നത്? അല്ല, കല്യാണ പെണ്ണിന്റെ കാര്യം ആലോചിക്കണം. എന്ത് പറ്റി? റേഷൻ ഏരിയയിലെ കല്ല് വരയ്ക്ക് ആ പെണ്ണിന്റെ ഊപ്പാട് വരും. നീ എന്തിനാ എന്നെ വിളിച്ചത്? അതെ, ഇവിടുത്തെ ആ കാര്യസ്ഥൻ യഥാർത്ഥത്തിൽ ആരാണെന്നറിയോ? അപ്പുറത്തെ വാരി സാറിന്റെ കൊച്ചുമോനാണെന്ന്. എടി, ആ രഹസ്യമല്ലേ എന്റെ പിടിവള്ളി. പിന്നെ ഏട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അയാൾക്ക് എന്നോട് പ്രേമമാണെന്ന്. ഞാൻ സത്യമാണോടി? എന്റെ ശാപ്പമുക്ക് ഭഗവതി, ഞാൻ രക്ഷപ്പെട്ടു. അയാളുടെ വിചാരേ ഞാനിവിടുത്തെ കൊച്ചു തമ്പുരാട്ടിയാണെന്നാ. അത് പിന്നെ തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ എന്റെ കല്യാണാണ് ഇവിടെ നടക്കാൻ പോണെന്ന് അയാളുടെ വിചാരം. അതിനു മുമ്പ് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ അയാളിനെ പ്രേരിപ്പിക്കുന്ന ഏട്ടാ. മാക്സിമം പ്രോത്സാഹിപ്പിക്കും. പിന്നെ നീ ഇവിടുത്തെ വേലക്കാരിയാണെന്നും സർവോപരി എന്റെ പെങ്ങളാണെന്നുള്ള രഹസ്യം കല്യാണം കഴിയുന്നവരെങ്കിലും. നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ തേങ്ങോട്ടാണ്ട് ഒളിച്ചോടി പോയെന്ന്? എന്റെ ഭർത്താവും പിണങ്ങി ബോംബെയിൽ പോയി. അവരൊരു ജീവിതാവാൻ പോവുകയാണല്ലോ. നമുക്ക് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ വേലിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് ജീവിക്കാം. സുഭദ്രേക്കു, ഒരു കാര്യം പറയുന്നോണ്ട് വേറെ തോന്നില്ല. പറഞ്ഞോളൂ. പട്ടിണിയാണെന്ന് വിചാരിച്ച ആരും പാറക്കല്ലിട്ട് കഴിക്കൂല. ഞാൻ പോകും. പെട്ടെന്ന് കിട്ടാ ഈ ഹോട്ടലിൽ വന്നത്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനു കൊടുക്കണം? നിന്റെ നീ കൊടുക്കണം. അല്ല കുട്ട, എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടോ, തനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാൻ താൻ ആരാ? എന്റെ അപ്പനാ. ആകെ 100 2
സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രം ഞാൻ കൊടുക്കത്തില്ല. എനിക്ക് അത് ഞാൻ അലമാരക്കകത്ത് വെച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ വിലപ്പെട്ട സാധനം നിങ്ങൾക്ക് അലമാര വെച്ച് പൂട്ടിയത്. വർഷാവർഷം ഓരോ അധ്യാപകന്മാർ വന്ന് ചോദിക്കും യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ആ സർട്ടിഫിക്കറ്റ് അറിയാവോ? നീ യുവതലമുറയെ വാർത്തെടുക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഒരുത്തനാണ് നമ്മളെ കുടുംബത്തിൽ കിട്ടിയത്. എന്റെ ചക്കന് ഇത്രയും വിലപ്പെട്ടതായിരുന്നു ആ സർട്ടിഫിക്കറ്റ്. അതുകൊണ്ടല്ല പരീക്ഷ എടുക്കുമ്പോൾ പിള്ളേരുടെ അവന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് പറയും നല്ലതുപോലെ പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ മെനകെട്ട സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ തന്നെ വെച്ചിരിക്കുന്നത്. ഞാൻ എവിടെ വിളിച്ചാലും സുധി വരുമോ? ഹസ്ബൻഡോടും കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഹസ്ബൻഡോ? ഇത് നേരത്തെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എവിടുന്ന് വന്നു? ഇന്നലെ ജാമ്യത്തിലിറങ്ങി. ഏത് കേസ്? പാലാരിവട്ടം കൊലക്കേസ്. പാടില്ല പാടില്ല, നമ്മൾ തമ്മിലും പാരേ മാറന്നൊന്നും ചെയ്തുകൂടാ. പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. അയ്യോ അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി